നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്തൊക്കെ ഓഫർ ചെയ്യുന്നത് കല്യാണത്തിന്? ഒരു BM, ഒരു ബെൻസ്, ഒരു വില്ല. വീട്ടിൽ കല്യാണം കഴിക്കാത്ത സിസ്റ്റേഴ്സ് ഇല്ല. ഉമ്മാൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എത്രയ്ക്ക് ഫോളോവേഴ്സ് ഉണ്ട്? 100K. ഒരു 100K മില്യൺ അടിച്ച വീഡിയോസ് ഇല്ല. സോറി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് മാരേജ്. സോറി. എന്തുകൊണ്ട് നിങ്ങൾക്ക് ലേഡീസ് ഇല്ല? ഇതൊരു ആവശ്യത്തിന് വന്നിട്ടില്ല. എന്തുകൊണ്ട്? രണ്ടാമത്തെ ഘട്ടം വൈകാത്താണോ മുത്തേ? 43 മില്യൺ വരെ വ്യൂസ് ഉണ്ട് ഒരു വീഡിയോക്ക്. 33 മില്യൺ എന്ന് വെച്ചാ എത്ര ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടത്? അതൊരു 43 ലക്ഷം ഇല്ലടാ, 43 മില്യൺ ഫസ്റ്റ് എത്തണം. ഇത് കട്ട് ചെയ്തിട്ട് അല്ലേ? 43 ലക്ഷമാണ് 43 മില്യൺ. സത്യം. ഒരു മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷം. അക്കൗണ്ടന്റ് അല്ലതില് 10 ലക്ഷമായി. 4 കോടി എത്ര? എന്റെ മോനെ 43 ലക്ഷം കോടിയായി. കുഞ്ഞുമോനെ എങ്ങനെ തോന്നിയിരുന്നു ഇവര് ഭാവിയിലെ സൂപ്പർ സ്റ്റാർസ് ആവും? ഷുക്കൂറിനെ ഫസ്റ്റ് തന്നെ ആ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കണം ആള് കേരളതാണ്. അപ്പൊ അന്ന് ഞാൻ മെസ്സേജ് അയച്ചു. പിന്നെ അന്ന് ആളിനോട് വരാൻ പറഞ്ഞു. ഞാൻ കുറെ പേടിച്ചിന്, കാരണം നമുക്ക് അറിയില്ല, നമുക്ക് ഇങ്ങനെ അഭിനയം കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ഭയങ്കര പാഷനാണ് അഭിനയം എന്ന് പറഞ്ഞു. മൂപ്പർക്ക് മെസ്സേജ് ഇങ്ങനെ ചോദിച്ചു. മൂപ്പരിനോട് പറഞ്ഞു ഇതിങ്ങനെ അഭിനയിച്ച് പേടിച്ചൊന്നും വേണ്ട. എനിക്കൊരു കൂളാക്കി തന്നത് മൂപ്പരായിരുന്നു. കുറെ തെറ്റി മൂപ്പര് ചെയ്തോ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഫിലിം പോവാനാണോ നിങ്ങൾ? എനിക്കൊരു ആഗ്രഹമുണ്ട് ഷുക്കൂർ എത്തണം. ഇല്ല, നിന്റെ ആഗ്രഹമില്ല. എനിക്ക് ഓന്റെ കൂടെ അങ്ങനെ നിൽക്കാം. ഞാൻ എൻ്റെ ലൈഫ് തന്നെ മാറി മറിന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഇങ്ങനെ പിന്നെ ഫിലിമിൽ കാസ്റ്റിംഗ് കൂടെ വന്നിരുന്നു. പൃഥ്വിരാജിന്റെ പടത്തേക്ക് വില്ല റോൾ ചെയ്യാൻ വന്നിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. 6 മാസം കഴിഞ്ഞിട്ട് അവർ പ്രൊജക്ട് ക്യാൻസൽ ചെയ്തിട്ടാണോ എന്താ അറിയില്ല. ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. ഞാൻ വിളിച്ചതുമില്ല. അവരെന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും അത് സ്റ്റോപ്പ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് പൊതുവെ എല്ലാവരും അവർ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടാവില്ല ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ഒരു ഡിസ്റ്റർബ് അവർക്ക് ഉണ്ടാവേണ്ടെന്ന് എഴുതിയിട്ട് പിന്നെ അവരെ കോൺടാക്ട് ചെയ്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. വെള്ളി നീല നാട്ടിലെ പൗർണമി തൻ വീട്ടിലെ പൊന്നുരുകും പാട്ടിലെ രാഗദേവതേ. ഫസ്റ്റ് ഇങ്ങനെ ചെയ്യാമെന്ന്, അതായത് ഈ കണ്ടന്റുകൾ ചെയ്യാമെന്ന് ആരുടെ ഐഡിയ? ഈ ടിക്ടോക്കുള്ള സമയത്ത് ഞങ്ങൾ ആദ്യം മുതൽ എടുത്തിരുന്ന സംഭവം അതാണ് ഞങ്ങൾ കുറെ മുന്നേ ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു മടിയേരി പിന്നെ നമുക്ക് ഇറങ്ങിയിട്ടില്ല. എനിക്ക് അറിയില്ല അങ്ങനെ ഉണ്ട്. ഇവർ രണ്ടാളും ഇത് ഫസ്റ്റ് നമ്മളെ ഡബ് ചെയ്തിട്ടൊക്കെ ഇറക്കൂലേ മറ്റേ മ്യൂസിക്കലി ഒക്കെ സംഭവമായിട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ ഫാറൂഖ് ഞങ്ങളൊക്കെ ടീം ഒരുമിച്ച് ചെയ്തിരുന്നു. പിന്നെ ഫാറൂഖിനെ അങ്ങനെ കയറി പിന്നെ അങ്ങനെ സ്റ്റോപ്പായി നിന്നു. ഇവര് സ്റ്റോപ്പായിരുന്നു. അതെന്തുകൊണ്ടാ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാതിരിക്കാനുള്ള കാര്യം? എന്താ വെച്ചാൽ അന്ന് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല തന്നെ. അതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട്. കുറച്ച് വീഡിയോ എടുത്തു, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എന്താ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ വർക്കിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന വെറും വർക്കായിട്ട് എന്താ ലൈഫിലൊരു രസമാണ്. അങ്ങനെ ഞാനേ ഇതില് കൂടെ ഇവന്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, അടിപൊളി വിജയന്റെ ഒരു സിനിമ. അതിലാണ് ഞാന് കൂടിയായി. അതേത് ഡാൻസ്? ഞാൻ നോക്കട്ടെ. അടിപൊളി ഡാൻസ് സ്റ്റൈലാണ്. ഞാൻ ഷുക്കൂറിനൊപ്പം കൂടി. ഞങ്ങള് വർക്ക് ഇൻട്രസ്റ്റ് ഞങ്ങൾ ചെയ്യണേ. ഞങ്ങൾ പണിന്റെ ഇടയിൽ ഉച്ച റെസ്റ്റിലാണ് ഞങ്ങൾ ചെയ്യുക. ഭക്ഷണം കഴിഞ്ഞാൽ ഞങ്ങളപ്പോൾ എല്ലാവരൊക്കെ റെസ്റ്റ് ചെയ്യും. ആ സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ തട്ടി കൂട്ടിയിട്ട് ആ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറിന്റെ ഉള്ളിൽ ചെയ്യുന്ന പരിപാടിയാണ്. ഒരു 3/4 മണിക്കൂറോടൊക്കെ അപ്പൊ അങ്ങനെ അപ്പൊ അതന്നെയല്ലേ പറഞ്ഞു. നിങ്ങൾ പറയാ എന്താ വേണ്ടേ? ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്റെ മാത്രം കഴിവുകൊണ്ടല്ലേ ഇവർ കട്ടക്ക് നിൽക്കൊണ്ടാണ് എനിക്കിതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കണല്ലോ അല്ലെ? അഭിനയത്തിന് കട്ടക്ക് നിൽക്കാൻ പറ്റും. ഇതിന്ന് പുറത്തുനിന്ന് ഞങ്ങൾ ആർത്തുനിന്ന് ഇന്നേ വരെ എന്റെ അറിയില്ല. എന്റെ അടുത്തുനിന്നില്ല, സമീറിന്റെ അടുത്തുനിന്ന്, ആർത്തുനിന്ന്, നിയാസിന്റെ നിയാസാണ് ലേഡീസിന്റെ ഇത്, അതായത് ഭർത്താവ്. അതെന്താ വെച്ചാൽ ഞങ്ങളെ ലീവിലപ്പോ ചിലപ്പോ തലേന്ന് ഇപ്പൊ ട്രിപ്പ് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ലീവ് ആക്കാരം. അപ്പൊ എടുക്കണാണ് ലീവ് ഇവിടുന്ന് വീട്ടിൽ. ഇവര് ഭാര്യയാവും. 500 ഫോളോവേഴ്സ് ഉണ്ട്. എന്നെ 30K ഫോളോവേഴ്സ് ആക്കിയ ഞമ്മക്ക് ഫോളോവേഴ്സ് ഉണ്ടാക്കുന്ന മൂപ്പരന്നെ. ഷുക്കൂറില്ലേ നമ്മൾ ഉറങ്ങിക്കിടക്കണ ടീമിൽ ആരെങ്കിലും എടുക്കോ? ലേഡീസ് ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് ലേഡീസ് ഇല്ല? വന്നിട്ടില്ല. എന്തുകൊണ്ട്? രണ്ടാമത്തെ ഘട്ടം വൈകാത്താണോ മുത്തേ? കെട്ടുന്നത് ഞങ്ങള്
മെസ്സേജ് വരലുണ്ട് ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾക്ക് ഫീമെയിൽ ക്യാരക്ടർ ആവശ്യമുണ്ട് ഞങ്ങൾ വരട്ടൊക്കെ ലേഡീസെല്ലാം മെസ്സേജ് അയക്കലൊക്കെ ഉണ്ട് അപ്പൊ ഇതുവരെ കാരണം ഫീമെയിൽ ക്യാരക്ടറാണ് ഞാനാണ് പിന്നെ ഞാൻ മാറിയപ്പോ ഞാൻ ഫീമെയിൽ ക്യാരക്ടർ അല്ല മാക്സിമം ആ ഷോളും ആണ് ഒരു ഹൈലൈറ്റ്. 43 മില്യൺ വരെ വ്യൂസ് ഉണ്ട് ഒരു വീഡിയോക്ക്. 43 മില്യൺ എന്ന് വെച്ചാ എത്ര ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടത്. അതൊരു കോമഡി കണ്ടന്റ് ആണ്. 43 ലക്ഷം ഇല്ലടാ 43 മില്യൺ. ഫസ്റ്റ് എത്തണം ഇത് കട്ട് ചെയ്തിട്ട് 43 ലക്ഷമാണ് 43 മില്യൺ. എന്താ കുഞ്ഞാണ് എങ്ങനെ അല്ലടാ 43 മില്യൺ അല്ല 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സത്യം 1 മില്യൺ എന്ന് വെച്ചാൽ അക്കൗണ്ടന്റ് അല്ല ഇതില് ലക്ഷമായി 4 കോടി എത്ര എന്റെ മോനെ 43 ലക്ഷം കോടിയായി. 4 കോടി 4 കോടി 30 സംതിങ് ആയി. സംതിങ് ആയി. ബാക്കി സംശയം പറഞ്ഞപ്പോ എന്റെ ക്യാമറ അല്ല സമ്മ പാളിക്കണം അതല്ലേ അന്യന്റെ ഒരു നഗത്തും വെച്ച് പൂട്ടാല്ലേ? ആരെയും കൂടിയില്ല അങ്ങനെയല്ലേ ഞാൻ കൂടാൻ വരും. അങ്ങനെ ആ വീഡിയോക്ക് ഒരു വീഡിയോക്ക് 43 മില്യൺ. അതിന്റെ ലൈക്കിന് അടിക്കണോ 1 മില്യന്റെ മുകളിൽ. എവിടേക്ക് എത്തി? അത് ഡാൻസ് കണ്ടിട്ടില്ലേ? അത് പരിപാടി റിസ്ക് എടുത്തിട്ടില്ല. സത്യം റിസ്ക് ഇല്ല. ചിലപ്പോ ഞങ്ങള് ഹെവി ആയിട്ട് ചെയ്ത വർക്കൊക്കെ കാണും പക്ഷെ പക്ഷെ അതാണ് അതെ ഇതേപോലെ തന്നെ നന്നായിട്ട് കേറും ചെയ്യും. അതില് കേറിയത് ഞങ്ങളെ കരിക്കുസുനിയാണ്. നെഗറ്റീവ് പക്ഷെ ഭയങ്കരമായിട്ട് ഞങ്ങള് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. അത് ആ ഒരു മുഖത്ത് വരുന്ന ആ ഒരു എക്സ്പ്രഷനും അത് പറയാതല്ലേ സോഫയിൽ ഇരിക്കുന്ന ആളും സൂപ്പറാ. കാരണം പുള്ളിയുടെ എക്സ്പ്രഷൻ മാറുമ്പോ ഇയാളുടെ എക്സ്പ്രഷൻ മാറുന്നുണ്ടല്ലോ. ഇയാൾ റഫ് ഇടുമ്പോ ആളുടെ റഫ് മാറുന്നുണ്ട് അല്ലെ? ആള് ഇങ്ങനെ കുറച്ച് ക്യാമറ ഇങ്ങോട്ട് വരുമ്പോ തലക്കത്തെ ആള് പുറത്തേക്കൂലേ. അത് ക്യാമറ എടുത്ത കുഞ്ഞിമോനാണോ? കുഞ്ഞിമോനെ നിനക്ക് അതിനൊക്കെ റീപ്ലൈ കൊടുത്തുക്കണു. ആദ്യം നല്ല ക്യാമറക്ക് ഇതുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഇതായി പക്ഷെ പിന്നെ ഇപ്പൊ നല്ല ഇതായിരിക്കും. അതായത് കുഞ്ഞുമോന് ചോദിക്കായിരുന്നില്ലേ എന്നെയും കൂടി ഇതിലേക്ക് എടുക്കുവോ എന്ന് ചോദിച്ചിട്ട് അല്ലെ? കുഞ്ഞുമോനെ എങ്ങനെ തോന്നിയിരുന്നോ ഇവര് ഭാവിയിലെ സൂപ്പർ സ്റ്റാർസ് ആവും? അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം എല്ലാം നിങ്ങൾ എല്ലാവരും അടിപൊളിയാ. അപ്പൊ അങ്ങനെ തോന്നിയിരുന്നോ ഇവര് കത്തും എന്ന് തോന്നിയിട്ടാണ്? ശുക്കൂറിനെ ഫസ്റ്റ് തന്നെ ആ വീഡിയോസ് കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കണം ആള് കെയർ ഉള്ളതാണെന്നുള്ളത്. അപ്പൊ അന്ന് ഞാൻ മെസ്സേജ് അയച്ചു. പിന്നെ അന്നാൾ എന്നോട് വരാൻ പറഞ്ഞു. സ്റ്റാർട്ടിങ് ശരിക്കും എന്റെ സ്റ്റാർട്ടിങ് ഞാൻ കുറെ പേടിച്ചിരുന്നു കാരണം നമുക്ക് അറിയില്ല നമുക്ക് ഇങ്ങനെ അഭിനയം കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ഭയങ്കര പാഷനാണ് അഭിനയം എന്ന് പറഞ്ഞു. മൂപ്പർക്ക് മെസ്സേജ് ഇങ്ങനെ ചോദിച്ചു. മൂപ്പരിനോട് പറഞ്ഞു ഇതിങ്ങനെ അഭിനയിച്ച് പേടിച്ചൊന്നും വേണ്ട. എനിക്കൊരു കൂളാക്കി തന്നത് മൂപ്പരായിരുന്നു. കുറെ തെറ്റി മൂപ്പര് ചെയ്തോ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു ആ സമയത്ത് ഇങ്ങനെ വീഡിയോ താല്പര്യമോടൊപ്പം അഭിനയിക്കാൻ നമുക്ക് ഒന്നിച്ച് ചെയ്യാലെന്നൊക്കെ. അപ്പോൾ ഞാൻ പറയാം ഞങ്ങൾ വർക്കിൻ്റെ ഇടയിൽ ചെയ്യല് അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് അതിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞങ്ങൾ പണി മാറ്റി നിന്നിട്ട് നിങ്ങളെയും കയറി ചെയ്യേണ്ടതിലും പണി നോക്കേണ്ടില്ല. അപ്പോൾ അത് ഉറപ്പ് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പം കൂടുന്നില്ല. ഇപ്പം മെസ്സേജ് കൊടുക്കുന്ന മെസ്സേജ് അങ്ങനെ അയക്കല ലാസ്റ്റ് ചങ്ങാഴ്ചൊന്ന് വാവുകായിരുന്നു. ആള് വന്നപ്പോ ആള് പുലിയാണ്. ആള് അത്രമാത്രം ചോദിച്ചതിന് കാര്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി അല്ലേ? അതുകൊണ്ട് തന്നെ കുത്തിർന്നു പക്ഷെ ഇത് കോഴിക്കോട് എത്തിയില്ല എന്താ പെരുന്നാളി ഭാഗത്തേക്കല്ല ഇത് മലപ്പുറത്ത് എത്തുമ്പോ കുത്തിർക്ക. ഞങ്ങള് കോട്ടക്കലേരി മൊത്തം അങ്ങനെ പറയാം കുത്തിർക്കാന്ന് പറയാം. ഇവര് ഞാൻ തന്നെ പരമാവധി അങ്ങേറ്റാണ് ഇജ്ജ് കജ്ജാനുണ്ട് അതിന്റെ ഇടയ്ക്ക് പോകുമ്പോ നിങ്ങൾ കുത്തിർക്കാന്ന് പറഞ്ഞ ഈ ഫിലിമിലുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിലിം പോവാനാണോ നിങ്ങൾ? എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു ഡയറക്ടർ വിളിക്കാണ് നിയാസ്കനെ വിളിക്കാം. അപ്പൊ ശുക്കൂർക്ക് വേണ്ട നിയാസ്ക മതി എന്ന് പറഞ്ഞാ പോവൂലേ? ഓനപ്പൊ സെന്റിക്ക് അല്ല പോകും പക്ഷെ മാസ സീന് മാസ സീന് അല്ലേ? ശുക്കൂർക്കിന് വെയിറ്റ് ചെയ്യില്ലല്ലോ.
ഓനക്ക് മെയിൻ മാസം മാസാണല്ലേ? ഓക്കെ. അതായത് എനിക്കതാ ഇഷ്ടം. ഈ ഫിലിമിലുള്ളവരൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാ, കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ആരാ മെസ്സേജ് അയച്ചേ? അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ അത്രയും ഒരു വലിയൊരു സംഭവം നടന്നു. ഞാൻ എൻ്റെ ലൈഫ് തന്നെ മാറി മറിയെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഇങ്ങനെ പിന്നെ ഫിലിമിൽ നിന്ന് കാസ്റ്റിംഗ് വന്നിരുന്നു. പൃഥ്വിരാജിന്റെ പടത്തേക്ക് വില്ലർ റോൾ ചെയ്യാൻ വന്നിരുന്നു. പൃഥ്വിരാജിന്റെ പടത്തിലേക്ക് അവരെ ഒരു കാസ്റ്റിംഗ് വന്നു. അവിടെ കൊച്ചിയിൽ പോയിട്ട് സെലക്ട് ആയിരുന്നു. ഫുൾ ഓക്കെ ആയിരുന്നു. അവർ ഓക്കെയും പറഞ്ഞ് ഫുൾ ഓക്കെ ആയിരുന്നു. പിന്നെ 6 മാസത്തിന് ശേഷം ഷൂട്ട് തുടങ്ങാറിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. 6 മാസം കഴിഞ്ഞിട്ട് അവർ പ്രൊജക്ട് ക്യാൻസൽ ചെയ്തിട്ടാണോ എന്താ അറിയില്ല. ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അവർക്കൊരു ശല്യം ഉണ്ടാച്ചിട്ട് പടം ഉണ്ടായിട്ടില്ല സംഭവം. പിന്നെ ഉണ്ടായിട്ടില്ല. അവിടെ ചെന്നു, കൊച്ചി ചെന്നു, ഫ്ലാറ്റിൽ ചെന്നു. അത് മറ്റേ എന്താ ജിത്തു മാധവൻ നമ്മളെ അതിന്റെ മറ്റേ ആവേശമൊക്കെ ആവേശ രോമാഞ്ചൊക്കെ ഉണ്ടല്ലോ. അവര് ഇങ്ങനെ കൂപ്പത്ത് ഡാൻസ് സെന്റർ വിളിച്ചായിരുന്നു. അതിന്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഓക്കെയാണ്, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നപ്പോൾ കസ്റ്റമർ വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ വൈഫായിട്ട് ഇങ്ങനെ സംഭവം അത് ജെന്യൂനാ നോക്കുന്നപ്പോൾ പറഞ്ഞു ജെന്യൂനാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഗന്ധം പൊടുന്നു നേരെ വിട്ടു കൊച്ചിക്ക്. അവിടുത്തെ ഫ്ലാറ്റിൽ പോയി അവര് പിന്നെ ഇതേമാതിരിക്ക് തന്നെ 1-2 സാധനം ഇടാൻ പറഞ്ഞു. ഞാൻ ഇട്ടെടുത്തു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അടുത്ത പടം പൃഥ്വിരാജിന്റെ പടമാണ്, അതിൽ വില്ലർ റോളായിട്ട് ഈ ചെയ്യണത്, ഇത് മെയിൻ വില്ലർ റോളാണ് ഈ ചെയ്യണമായിരുന്നു. ഓക്കെയാണ് പറഞ്ഞു. എന്നിട്ട് നാട്ടിൽ എത്തിയപ്പോഴും ഒരു മെസ്സേജ് അയച്ചു, ഈ കൺഫേം ആണ്, ഈ ഓക്കെയാണ്, ഫുൾ ഓക്കെയാണ് പറഞ്ഞു. 6 മാസം നടന്ന ഷൂട്ട് തുടങ്ങും, അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും, ഫൈറ്റും കാര്യങ്ങളും അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്നുമില്ല. ഞാൻ വിളിച്ചതുമില്ല. അവരെന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും അത് സ്റ്റോപ്പ് ചെയ്തെന്ന് വിചാരിച്ചിട്ട്. പൊതുവെ എല്ലാവരും അവർ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടാവില്ല, ഇങ്ങനെ ചാൻസ് ഉണ്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഡിസ്റ്റർബ് അവർക്ക് ഉണ്ടാവേണ്ടെന്ന് എഴുതിയിട്ട് പിന്നെ അവരെ കോൺടാക്ട് ചെയ്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഞാൻ പോയിട്ടില്ല. നമ്മുടെ സിനിമ അതായിരിക്കില്ല അല്ലേ? എന്തായാലും വരും. കഴിവുള്ള കലാകാരന്മാരെ തെരഞ്ഞ് എത്രമോളം ആൾക്കാരുണ്ട്. എന്തൊരു നോട്ടം. ഒരു ഡ്രൈവറായിട്ട് പി ആയിട്ട് ഉണ്ടാവും. അതെ, അതായത് നിങ്ങൾ ഞാൻ കഴിച്ചില്ലാണെന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും എനിക്ക് കഴിച്ചിലാകാൻ പറ്റില്ല. ഞാൻ രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചോണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം വരും, ഞാൻ സെറ്റാക്കും. ആശുറിന്റെ പിള്ളേരും കൂടെ അതിക്ക് കമ്പയർ ചെയ്യണ്ട, അത് വേറെ ഒരു ടീമാണല്ലോ അല്ലെ? എല്ലാവരും ഒരു ടീം. നമ്മുടെ ടീം ബെസ്റ്റ് ടീം, എല്ലാരും ബെസ്റ്റ് തന്നെ അല്ലേ? ആശുര ഓൻ എന്തായാലും ടോപ്പ്. ഓന് മാത്രല്ലല്ലോ, ഓന്റെ ഒപ്പം എല്ലാവരും സെറ്റ് ആക്കിയല്ലോ. അതെ, എല്ലാരും കൂടി കൊണ്ടുവച്ച് ഒരു പടം ചെയ്തു. അതേപോലെ ചെയ്യാനാണ് ആഗ്രഹം. നിങ്ങൾ എല്ലാരും കിട്ടും കേട്ടോ? അത് അല്ലേ ഓനന്ന് അങ്ങനെ പൃഥ്വിരാജിന്റെ കയറിപ്പോയിക്കണ പിന്നെ ഇതില്ല. അല്ല, ഞാനത് എപ്പോഴും ഇപ്പം ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി പറയല്ല. ഞാനിപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വലിയ സംഭവമല്ല, എന്തെങ്കിലും പിന്നെ 2 ആൾക്കാർ എന്നെ അറിയുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ഇവരാണ്. എൻ്റെ കട്ടൊക്കെ എപ്പോൾ വിളിച്ചാലും റെഡിയാണ്. ഏനി ടൈമിൽ ഇപ്പോൾ പണിയൊക്കെ എടുത്ത് കുഴങ്ങിയൊക്കെ കയറി 2 ആളൊക്കെ. ആ സമയത്ത് വാടക ക്യാമറ എടുക്കുക, ചെറിയ ടൈമുള്ള ഇറങ്ങേണ്ട അപ്പോൾ ഒരു സ്പോട്ടിൽ ഒരു നീച്ച് പോരും. എന്ത് വർക്കാണെങ്കിലും ചിലപ്പോൾ വലിയ ഒരു മരം പൊക്കേണ്ട സീനാക്കാൻ വേണ്ടി വരും. ഓ സിമ്പിളായിട്ട് ഓനിക്ക് പിന്നെ കുഴപ്പമില്ല. കണ്ടില്ല ഞങ്ങളെ കൂപ്പില് നിക്ക്, ആ കൂപ്പില് ഞങ്ങളെ പണിയിൽ അങ്ങനെ ടോക്കുണ്ട്. ഇവൻ ഉണ്ടല്ലോ, ഇവനെ സാധാരണ ഇവൻ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ പൊക്കി തരുന്ന ആളാണ്, ഹെവിയാണ്. ഇവന്റെ മാതിരി ഇങ്ങനെ നമ്മള് ഇതാക്കാൻ അന്യ കൊണ്ടൊന്നും കഴിയില്ല. അപ്പൊ ഓന് കുഞ്ഞാന്, അപ്പൊ ഓനാണ് അതിന്റെ ആള്. അപ്പൊ ഇപ്പം തോള് വെക്കുക, അധികം തോളില് വെക്കൂല. ഇപ്പം പക്ഷെ ക്യാമറ ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാല് എവിടുന്നാന്ന് അറിയില്ല, ഇവ വലിയ കഷ്ടങ്ങൾ വെക്കും. ഇവ ഞാൻ റിയാലിറ്റി കിട്ടണമെന്ന് അറിയും. നല്ല വെയിറ്റുള്ള സാധനം കൊടുക്കും. പിന്നെ കഴിഞ്ഞ ആക്ഷൻ കിട്ടിയാൽ മതി എന്നല്ലേ? അതെ, നമ്മൾ ഇവിടെ മീൻ ഫിഷ് മാർക്കറ്റിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് ഈ അക്കൗണ്ട്സ് ഒക്കെ എഴുതുമ്പോ മൈൻഡ് കംപ്ലീറ്റ് ഇവരെടുത്താവൂലേ? ഇവരിപ്പോ വല്ല കണ്ടന്റും ചെയ്യുന്നുണ്ടാവോ? അങ്ങനെയല്ല. എനിക്കൊരു സമാധാനം കൂപ്പുന്ന ഡാൻസ് ആയിട്ട് എടുക്കുക, അതൊരു തീരെ സമാധാനം. പക്ഷെ എനിക്ക് വേണ്ടി അങ്ങോട്ട് എടുക്കലുണ്ട് കേട്ടോ കുറെ. അങ്ങനെ സത്യം പറഞ്ഞാൽ മാസ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ മാസിന്റെ ആളാണ്. മാസ് ഡാൻസ് അതങ്ങനെയാണ്. അവനക്ക് തുണിയൊക്കെ ഇങ്ങനെ മടക്കൂത്തിയിട്ട് ഇങ്ങനെ 2 നടത്തങ്ങൾ നടക്കുക. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. അതില് മെയിൻ റോള് വേണമെന്നില്ല, കൂടെ ഇങ്ങനെ ഒപ്പം ഇങ്ങനെ നിന്നിട്ട് അത് ചെക്കനെ അല്ല, നമുക്ക് ഓനല്ലേ വലുത്. ഓനതിന് അത്യാവശ്യം എല്ലാവർക്കും ഓരോ ക്യാരക്ടർ കൊടുക്കും. നല്ല ഓൽക്ക് വേണ്ട കൊടുക്കും. നമ്മൾ ഓക്കെ. ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ കറക്റ്റ് ആക്കിയിട്ടും കൊടുന്നോളൂ. ചെയ്യാൻ കഴിയാൻ വിശ്വാസം എനിക്കുണ്ട്. ഞാനൊരു സാധനം കൊടുത്താൽ ഇന്നമാർക്ക് ചെയ്യും. ഫസ്റ്റ് ഒരു ഷോട്ടൊക്കെ പിന്നെ മിസ്റ്റേക്ക് പറ്റുള്ളൂ. 2ാമത്തെ ഷോട്ടിൽ ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചൊരു സാധനം ഒരു ഫേസിൽ ഒരു തരുമോ,
പോലെ എക്സ്പ്രഷൻ ഇടും. ഇപ്പോ എന്താ ഷമീർ ഖാന്റെ എനിക്ക് കഴിയില്ല, അയാളത്തെ അപ്പൊ ഷുക്കൂർ എനിക്കില്ല കൊടുക്കും കറക്റ്റ്, എനിക്കില്ല എനിക്കുണ്ടാവും. അറിയാല്ലേ പുള്ളി ശരിക്കും ഒരു ഡയറക്ടറാണ് അല്ലേ? സത്യം. ഇതില് സ്ട്രെസ് എല്ലാം വരുന്നുണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അത് എനിക്കാണ്. ഇങ്ങനെ ചില സമയത്ത് ആലോചിച്ച് തലവേദന പിടിക്കും. ഇത് എത്ര ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ആക്ച്വലി എത്ര ടൈം വേണ്ടി വരും? അത് ടൈം വെച്ചാൽ ഇന്ന ടൈം ഒന്നുമില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും വർക്കിൽ ഇപ്പം മരപ്പണി എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ എൻ്റെ മൈൻഡ് ചിലപ്പോൾ അവിടെ ആവില്ല. ഞാനൊരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഡയലോഗ്സും ആ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പെരയിലാണെങ്കിലും പെരയിൽ ഇപ്പോൾ ചിലപ്പോൾ പെണ്ണുങ്ങളിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞ് പോയിട്ടുണ്ടാവും, ഞാനത് കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഞാനിതും ആലോചിച്ചിരിക്കുക കാര്യം. പിന്നെ ഞാൻ രണ്ടാമത് കിച്ചണിൽ പോയി ചോദിച്ചാൽ എന്താ നേരത്തെ പറഞ്ഞു ചോദിച്ചു അങ്ങനെ. അപ്പൊ എന്റെ മൈൻഡ് ബോഡി ഉണ്ടാവും അപ്പോൾ ചീത്ത അറിയും. ചിലപ്പോ എങ്ങോട്ടേലും ട്രിപ്പ് പോകുമ്പോ വിളിച്ചാൽ തന്നെ ഉണ്ടല്ലേ, വേറെ എന്തൊക്കെയാ മൈൻഡിലാക്കാറ്. ശരിക്കും ഇല്ലേ? ഇപ്പൊ നിങ്ങക്ക് പെട്ടെന്ന് ഒരു കണ്ടന്റ് എടുക്കാൻ പറ്റില്ലേ ഷുക്കൂർക്ക? ഇപ്പൊ ഒരു കണ്ടന്റ് ആലോചിക്കാണോ എന്ന് എനിക്കൊരു സംശയം. അല്ലല്ല, അവന് പെട്ടെന്ന് ഭയങ്കര നല്ല റിസ്ക്കാ, നല്ല ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ് എനിക്ക് ശരിക്കും ഒരു കണ്ടന്റ് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം, അതായത് ഒരു സ്പോട്ടായിട്ട് ഞാൻ തരാം നിങ്ങൾക്ക്, ഒരു ഗെയിം തരാം ഞാൻ. ഇപ്പൊ നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾ അഭിനയിക്കണം. ഇവിടെ ഇരുന്നിട്ട് വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട, മാസം ഒന്നും വേണ്ട അല്ലേ? മാസം വേണമെങ്കിൽ ഇട്ടോട്ടെ. ഇവിടുന്ന് എന്ത് മാസലാണ് കണ്ടന്റ് ആണ് പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ സംഭവങ്ങളൊക്കെ വേണ്ടത്, അതിന്റെ ബാക്ക് വിഷ്വൽ വേണം. എടുത്തിട്ട് എന്താ കൊടുക്കുക മധ്യസ്ഥാണോ? ഇതുവരെ കൊടുത്തിട്ടില്ല. എന്ത് മധ്യസ്ഥ? പക്ഷെ ഇത് പറയട്ടെ. സ്ക്രീൻ പ്ലേ വരുന്നില്ല ഇപ്പൊ. ഓനൊരു കണ്ടന്റ് എനിക്ക് മനസ്സിലായി. കുക്കിങ്ങിന്റെ എന്തോ പറഞ്ഞു, ഇപ്പൊ ഇത് പറഞ്ഞു. ഇവര് പറയുമ്പോ ഞാൻ അഭിനയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അഭിനയിക്കേണ്ട ആ കണ്ടന്റ് ഒന്ന് കേൾക്കട്ടെ, അത് പുറത്തു എന്ത് കണ്ടത് കണ്ടന്റ് പറയും. അതായത് മുതലേ ഞാൻ പറയണേക്ക് മുതലോ ഇതിപ്പോ കല്യാണം കഴിച്ചാലേ പല പ്രശ്നങ്ങളും നമ്മളെ വീട്ടിലുണ്ടാവും, ഉണ്ടാവില്ലേ? അതില് പെണ്ണ് വീട്ടിൽ കൊടുന്നാക്കുന്ന സ്വഭാവങ്ങളുണ്ട്. ഉണ്ടാക്കുമ്പോ അത് വാപ്പാർക്കും ഉമ്മാർക്കും ഒന്നോ രണ്ടോ വട്ടം പോയി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോലെ തുടങ്ങും. ഈ ഭർത്താവ് കുറച്ച് വശം മാറി പോകുമ്പോ വാപ്പാന്റെ ഉമ്മാന്റെയും കൈ കിട്ടൂല. അതിനാണ് ഈ പള്ളി കമ്മിറ്റി ഇടപെടും ഇല്ലേ? ഈ പള്ളി കമ്മിറ്റി മധ്യസ്ഥക്ക് വെക്കൂലേ? ആ മധ്യസ്ഥക്ക് വെക്കുമ്പോ അതിൽ ആരൊക്കെ വരുന്നുണ്ട്? ഒരു പള്ളി കമ്മിറ്റി വരില്ലേ? ഈ പെണ്ണിന്റെ വാപ്പാന്റെയും രണ്ട് വാപ്പാര് വരില്ലേ? രണ്ട് അമ്മമാര് വരില്ലേ? വരുന്നില്ലേ അതിനുള്ളില്? ഇതൊക്കെ വരുമ്പോ അതിൽ തർക്കങ്ങളും അതിലൊരു മധ്യസ്ഥ പറയാനൊരു കാരണവും ഉണ്ടാവില്ല. പക്ഷെ അതിലൊക്കെ 90 വരെ അതില് കാര്യങ്ങളുണ്ട് ആ ടേബിളിന്റെ മുകളിൽ. 10% നമ്മൾ ഉണ്ടാക്കണ്ടുള്ളൂ. എന്ത് സംസാരം മാത്രം. അതാണ് ചുറ്റുമ്പത്തിന് കണ്ടന്റ് പൂർണ്ണമാണ്. ഓനിക്ക് വെള്ളത്തുണി വെള്ളക്കുപ്പായിട്ട് ഇരുന്ന് കണ്ട് അത് സുലൈമാൻ സാഹിബ് കണ്ടില്ല? സുലൈമാൻ സാഹിബ് മറിച്ചിട്ട് കണ്ടന്റ് അല്ലേ? നമ്മളിവിടെ ക്രേസി ഷുക്കൂറിന്റെ അടുത്ത് എത്തിയപ്പോൾ നമ്മുടെ ഷുക്കൂറിനെ നമുക്കൊരു ഷുക്കൂർ താത്തയാക്കിയിട്ട് എനിക്ക് എന്തായാലും കാണണം. അപ്പം ഞാൻ പറഞ്ഞു വിട്ട് വളരെ വൈറലായിട്ടുള്ള ഒരു റീലായിരുന്നു, മറ്റേ പെണ്ണ് കാണണ്ട. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു റീല് 2050 പെണ്ണ് കാണലല്ലേ? ഓക്കെ, നമുക്ക് വേണ്ടി നമ്മുടെ ഗാലറി വിഷന്റെ എല്ലാ ഓഡിയൻസിനും വേണ്ടി ഇവർ ഇത് റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടാൻ പോകണം. ഒട്ടും പ്രിപ്പയർഡ് ഒന്നും അല്ല, എന്നാലും നമ്മൾ പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം. ഇന്ന് തുടങ്ങില്ല മോളെ, ഇന്ന് 10 ടോക്കൺ കൊടുത്തിക്കണം. ആദ്യത്തെ മെർക്കറി ഡോക്ടർ വെറ്റിനറി ഡോക്ടറോ? ടോക്കൺ നമ്പർ 2 വിളിക്കും. എന്നാ ടോക്കൺ നമ്പർ 2 വരട്ടെ. ശരി, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ എന്തൊക്കെ ഓഫർ ചെയ്യുന്നത് കല്യാണത്തിന്? ഒരു BM, ഒരു ബെൻസ്, ഒരു വില്ല. വീട്ടിൽ കല്യാണം കഴിക്കാത്ത സിസ്റ്റേഴ്സ് ഇല്ല. ഉമ്മാൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ്. ഇനി എനിക്ക് അവസാനമായിട്ട് കാര്യത്തോട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എത്രയൊക്കെ ഫോളോവേഴ്സ് ഉണ്ട്? 100K. ഒരു 100K മില്യൺ അടിച്ച വീഡിയോസ് ഇല്ല. സോറി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് മാരേജ്. സോറി അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്ക് റോളില്ല.
അവര് റോൾ പ്രിപ്പയർ ആവണം. ആഹാ, nice. ക്ലോസ് എടുത്ത് ഈ ഒരു എന്താ പറയുക നിങ്ങൾ ചെയ്ത വീഡിയോക്ക് ശേഷം എനിക്ക് ചോദിക്കേണ്ട ഒരൊറ്റ ആളെടുത്തേ ഉള്ളൂ. കുഞ്ഞുമോനെ എന്റെ കാര്യം അല്ലെങ്കിൽ ഇപ്പൊ സങ്കടാവുന്നടാ. ശരിക്കും അവനൊരു പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ആവോ പെണ്ണ് കാണല്? റെഡിയാവും. വളരെ സാഡ് ആട്ടോ. അവന് പറ്റിയൊരു പെണ്ണുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സാഡും പറയാം. ആ കണ്ടല്ലോ സാഡും എനിക്ക് പറയുന്നുണ്ട് പെണ്ണ് സെറ്റ് ആയില്ല, പെണ്ണ് സെറ്റ് ഇപ്പോഴത്തെ ആയില്ല. കാലം എന്ന് പറഞ്ഞാല് അങ്ങനെയാണ്. ഇപ്പൊ ആരും റെഡി ആവണില്ല. എല്ലാവർക്കും ഇല്ല ഇപ്പൊ സമാധാനം ഉണ്ടല്ലേ? ആർക്കും ready ആവില്ല. സമാധാനം നിങ്ങക്ക് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു വെച്ചോ? കണ്ടോ? ഇതൊക്കെ ഉഷാറാ. എല്ലാം ഉണ്ട്. നല്ല ഞങ്ങളാരും കൊടുത്താൽ കൊടുക്കാം. ഇവന്റെ സ്വഭാവത്തിന് എത്ര മാർക്ക് കൊടുക്കും 10-ൽ? ഞങ്ങള് 10 കൊടുക്കാം. ഞാനൊരു 7, 7, 8. 8ഇല്ലടാ, 10ന് 3, 2 ഉള്ളൂ. പാപ്പനോട് ചോദിക്കാം. നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാ, ഹൈലി സർട്ടിഫൈഡ് 100%. ഓക്കെ ഓക്കെ. അവന്റെ കമന്റ്സ് വീഡിയോസിന് വേണ്ടിട്ട് കമന്റ്സ് കണ്ട 10-ൽ 5 കൊടുക്കും. കമന്റ്സ് ആണ് വേണ്ടിട്ട്. അതല്ല എല്ലാത്തിലും പോയി തൊട്ടത്ത് വരും. പ്രത്യേകിച്ച് നമ്മളെ ജാസി ഉണ്ടല്ലോ, ജാസിന്റെ ഫേവറേറ്റ്. ജാസിന് പറ്റില്ല പോലെ ആർക്കും. പറയട്ടാ. ജാസിന് പറ്റില്ല. ജാസിന് ഇഷ്ടാണോ? ജാസിന്റെ ഫാനാണോ കുഞ്ഞുമൻ? പിന്നെ ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, അത് ഇഷ്ടാണ് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതില് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു, സോഷ്യൽ മീഡിയ ഇപ്പൊ നല്ല വൈറലാണ്. നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോ നിങ്ങളുടെ ഫാൻസ് ഒക്കെ നിങ്ങളെ കാണുമ്പോ എങ്ങനെയാ? അന്ന് കൈ പിടിക്കുക, കല്ല് പിടിക്കുക, കെട്ടിപ്പിടിക്കുക? അതിലൊരു സാധനം ഞങ്ങൾ ആയിട്ടില്ലല്ലോ. സെൽഫി പക്ഷെ സെൽഫി ഉണ്ട്. സെൽഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങള് പെരുമ്പാവൂർക്കൊക്കെ പോകുമ്പോ ഇവനാണെന്ന് കരുതിയിട്ട് ഇവനക്കൊരു ജ്യേഷ്ഠൻ ഉണ്ട്, ഇവന്റെ അതേമാതിരിയാണ്. എസ്-സിയിലൊക്കെ ഏകദേശം ഇവനാണെന്ന് കരുതിയിട്ട് ഒരുപാട് പേര് അവിടേക്ക് സെൽഫിക്ക് പോയിട്ടുണ്ട് ഇവന്റെ ജ്യേഷ്ഠന്റെ അടുത്തേക്ക്. അത് ഞങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? എന്റെ ജ്യേഷ്ഠം അല്ല, പക്ഷെ എന്റെ കാരണന്മാരൊക്കെ ഏകദേശം ഞങ്ങളെ സെയിം ഫേസ് ആണ്. ആരും തടിയില്ല, ഒക്കെ ഒരേ സെയിം ആണ് കാരണന്മാരൊക്കെ. ജ്യേഷ്ഠന്റെ മേലത്തെ ജ്യേഷ്ഠൻ 2 ജ്യേഷ്ഠൻ കഴിഞ്ഞിട്ടില്ലാണല്ലോ. ഏറ്റവും മേലത്തെ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് സെൽഫിക്ക് പോയിട്ടുണ്ട് ഇവനാണ് കരുതിയിട്ട്. ജ്യേഷ്ഠന്മാരെന്ത് പറയുന്നത്? എല്ലാരും സപ്പോർട്ട്, ജ്യേഷ്ഠന്മാരായാലും നാട്ടിൽ ഫോട്ടോ എടുക്കാൻ വന്ന് പറഞ്ഞു ഞാനല്ല. ഓരോ ഇടയ്ക്ക് വന്നിങ്ങനെ പറയും, ഇങ്ങനെ ഇന്നലെ ലോഡ് കൊണ്ട് പോയപ്പോ ഒരുത്തം വന്നു, ഇങ്ങനെ സംഭവം ഉണ്ടായിച്ചാന്ന് കരുതിയിട്ട് എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഇഞ്ച് കാരണന്മാർ ഞങ്ങളെല്ലാരും സെയിം ആണ്. തടിയില്ല, ആരും തടിയില്ല, എല്ലാരും ഏകദേശം സെയിം ആണ് ഫേസ്. നിങ്ങളൊക്കെ എങ്ങനെയാ പുറത്തിറങ്ങുമ്പോ ഫാൻസ് ഒക്കെ വന്ന് കുഴപ്പമില്ല. നമ്മളോട് നമുക്കൊക്കെ എന്താ വെച്ചാൽ ഫസ്റ്റ് നിങ്ങളെ ഷുക്കൂറിന്റെ ഒപ്പല്ലേ? ആ ഷുക്കൂറാണ് നമ്മുടെ ബ്രാൻഡ്. എന്നോട് എങ്ങനെ പറയാ ഷുക്കൂറിന്റെ മാപ്പിളാണ്. അത് സന്തോഷമാണ് സംഭവം. ഇത് പെണ്ണുങ്ങളെ കൂടുതൽ എവിടേക്കൊക്കെ ഇറങ്ങുമ്പോഴേ, ഇപ്പൊ കോഴിക്കോട് ബീച്ച് എവിടേക്കൊക്കെ പോകുമ്പോ ആൾക്കാർ വന്നിട്ട് കയ്യേറിയ ഇപ്പൊ ഇങ്ങനത്തെ റീല് പറയുമ്പോ അതന്നെ നമുക്കൊരു ഇറങ്ങോട്ട് അവര് രസമാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഈ മാക്സിറ്റിന് ശേഷം പെണ്ണുങ്ങൾ അവിടെ ചെന്നാൽ ആ സംഭവം മറ്റോനല്ലേ. ചിലർക്ക് പേരൊന്നും അറിയില്ല, പക്ഷെ നമ്മള് കണ്ടാ അറിയും അത് മറ്റോനല്ലേ, വണ്ടിപ്പയണ ചെക്കനല്ലേ. അതൊക്കെ ചെറിയ കുട്ടികൾക്ക് എല്ലാവരും യൂട്യൂബിൽ എല്ലാവരും കാണുന്നു. അവരാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫോൺ ഉള്ളത്. അപ്പൊ അവരെ നിങ്ങൾ ഫേമസ് ആ അല്ലേ? അത് അതിലുപരി ആരെയും ചോദിക്കോ? അതെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം ഷുക്കൂറിന്റെ വാപ്പാണെന്നല്ലേ. ആളിങ്ങനെ ഇരുന്നോണ്ട് 2 കുഞ്ഞു ബേബീസിന്റെ വാപ്പാണ് കേട്ടോ അല്ലെ? സുലൈമാൻ സാഹിബ് അറിയപ്പെടുക. സുലൈമാൻ സാഹിബ് അല്ലേ? ഞങ്ങളെ വലിയതിലത്തെ അത് കുറച്ച് വൈറലായിട്ടുള്ള കണ്ടന്റ് ആയിരുന്നു. ഇനി നമുക്ക് ഒരു പാട്ട് കേൾക്കണം അല്ലേ? അതെന്തായാലും പാടിപ്പിക്കണം എന്ന് പറഞ്ഞതാ. അതുകൊണ്ട് ആ പാട്ടോട് കൂടി നമുക്ക് ഇന്റർവ്യൂയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. വെള്ളി നീലാനാട്ടിലെ പൗർണമി തൻ വീട്ടിലെ പൊന്നുരുകും പാട്ടിലെ രാഗദേവതേ പാൽക്കടലിൻ മംഗതൻ പ്രാണസുധാഗംഗതൻ മന്ത്രജലം വീഴ്ത്തിയൻ കണ്ണനെ നീങ്ങുക. മേഘപ്പൂങ്കാറ്റിൻ്റെ പള്ളിത്തേരേറി നക്ഷത്ര കൂടാര കീഴിൽ വാദേവി ആലംബം നീയേ ആധാരം നീയേ. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം എന്നേരം മോഹത്തിൻ പൂനുള്ളി മാല്യങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം പന്നീരും തേനും
കണ്ണീരായി താനേ. എക്സ്പ്രഷൻ കംപ്ലീറ്റ് പോയത് താങ്ക് യു എന്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്ത പുള്ളിക്ക്. പുള്ളിയുടെ എക്സ്പ്രഷൻ കണ്ടിരുന്നോ ഈ വീഡിയോ? പുള്ളി ശരിക്കും ഫീൽ ചെയ്ത് നിങ്ങളുടെ കൂടെ പാടുക. നിങ്ങൾക്ക് പാടാൻ താല്പര്യമുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ധൈര്യം കൊടുക്കാൻ, പ്രചോദനം കൊടുക്കാൻ, സപ്പോർട്ട് കൊടുക്കാൻ നിങ്ങളുടെ ടീം എപ്പോഴും ഉണ്ടാവട്ടെ. ഒരുപാട് ദൂരം എത്തട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.